പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ അനാമികയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനിയുടെ ജീവിതം ഇങ്ങനെ പോകുന്നതിന് വളരെയധികം സങ്കടമുണ്ട് മോളെ. അത് മോള് ശരിയാക്കിയെടുത്താലേ ഇനി ശരിയാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മറ്റാര് വിചാരിച്ചാലും അത് ഇനി നേരാവാൻ പോകുന്നില്ല. അപ്പോൾ അനിയുടെ കാര്യത്തിൽ നീ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് സങ്കടത്തോടു കൂടിയാണെങ്കിലും മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് അത് അനുസരിക്കുകയാണ് നന്ദു. കാരണം അത്രയ്ക്കും വലിയ സഹായങ്ങളാണ് മുത്തശ്ശനിൽ നിന്നും നന്ദുവിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ വാക്ക് തള്ളിക്കളയാനാവില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെ അനാമയുടെ കാര്യം അനിയുടെ കാര്യമൊക്കെ നമ്മുടെ നന്ദു ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനോടൊക്കെ സംസാരിച്ച ശേഷം നമ്മുടെ നന്ദു ഓഫീസിലോട്ട് പോവുകയാണ്. പോകുന്ന സമയത്താണ് അനന്തപുരിയിലുള്ള കാറ് ഒരു ലോഡ്ജിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ നന്ദുവിന് സംശയം തോന്നുകയാണ്, ഇത് തറവാട്ടിലുള്ള കാറാണല്ലോ, അനന്തപുരിയിലെ കാറാണല്ലോ, ഇതെന്താ ഇവിടെ, ആരാണ് ഇവിടെ വന്നത്, അതും ഇത്തരം ഒരു സ്ഥലങ്ങളിലൊക്കെ വരിക എന്ന് വെച്ചാൽ ആരായിരിക്കും ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടാവുക, ഇനിയിപ്പോൾ ആ അഭിയങ്ങാനും ആയിരിക്കോ, അവനാണല്ലോ ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു കാറിൻ്റെ അരികിലേക്ക് പോയി നോക്കുകയാണ്. അതിനുശേഷം പിന്നീട് ആ ലോഡ്ജിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് റിസപ്ഷനിൽ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ, അബി എന്ന് പറയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല മാഡം, ആരും പ്രത്യേകിച്ച് വന്നിട്ടില്ലല്ലോ. പിന്നെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു പെൺകൊച്ചും ഒരു ചെക്കനും കൂടെ വന്നിട്ടുണ്ട്, ഭാര്യയും ഭർത്താവുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ടൂർ എങ്ങാനും പോവുകയാണ്. അപ്പോൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും കയറിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, ദാ മുന്നിൽ കിടക്കുന്ന ആ കാറിലാണോ അവർ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെ മാഡം, അതിലാണ് വന്നിരിക്കുന്നത്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതാണല്ലോ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് ജോലിയാക്കുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത്, എന്താണ് നിങ്ങളെയൊക്കെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയ്യോ മാഡം, ഞങ്ങൾക്ക് ദുരുദ്ദേശമൊന്നുമില്ല, അങ്ങനെ തെറ്റായിട്ടുള്ളൊരു കാര്യവും ഇവിടെ നടക്കാറില്ല, ഞങ്ങൾ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് നിത്യജീവിതം കഴിഞ്ഞു പോകണ്ടേ മാഡം, അതിനെടുത്തിട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ശരി ശരി, എന്തായാലും വരുന്നവർ നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ആയിരിക്കും കുടുങ്ങാൻ പോകുന്നത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല അവരിപ്പോൾ ഏത് മുറിയിലോട്ടാണ് പോയത്, റൂം നമ്പർ ഒന്ന് പറഞ്ഞു തരാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റിസപ്ഷനുള്ള ആ ഒരു ലേഡി റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നന്ദു നേരെ ആ മുറിയിലോട്ട് പോയി നോക്കുകയാണ്. എന്നിട്ട് ഡോറിന് മുട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനാമിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, എടാ ഇപ്പോൾ ആരാ ഈ മുട്ടി വിളിക്കുന്നത്, ഇനി നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും വന്നിരിക്കുകയായിരിക്കുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ചെക്കൻ പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല, ഇവിടുത്തെ ആരെങ്കിലും ആയിരിക്കും, ഞാൻ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നല്ലോ, പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് വരാനുള്ള സമയമായിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, എന്തെന്നായാലും ആദ്യം ഡോറ് തുറന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ റിസപ്ഷനിലേക്ക് വിളിച്ച് ചോദിക്കണം അവരെങ്ങാനും ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട, ഏതായാലും നമുക്ക് ഡോർ തുറന്ന് നോക്കാം, എന്തായാലും തുറക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക ഡോറ് തുറക്കുന്ന സമയത്താകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ഞാൻ വിചാരിച്ചത് ഇയാളെ അല്ലായിരുന്നു, വേറെ ഒരാളായിരുന്നു, ഏതായാലും ഇത് വല്ലാത്തൊരു സർപ്രൈസും ഞെട്ടലുമായി പോയി, എന്താ അനാമികെ ഈ മുറിയിൽ നിനക്ക് കാര്യം, അല്ല നീയല്ലാതെ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നീയും അച്ഛനും അമ്മയും കൂടെ ഗൂഢാലോചന വല്ലതും നടത്താൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉത്തരമൊന്നും പറയാനാവാതെ നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദു അങ്ങോട്ട് മാറി നിൽക്കടി, ഇനി ആരാണ് ഇതിൻ്റെ അകത്തുള്ളതൊന്നും കൂടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ തള്ളി നോക്കുന്ന സമയത്താണ് ഒരു ആൺകൊച്ചിനെ അവിടെ കാണുന്നത്. ആ ആണിനെ കണ്ടിട്ട് നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല ഇതാരാ, ഇതെന്താ പുതിയ പരിപാടി, അല്ല ഹനി ചില സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അതെന്തായാലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടി, ഹനി നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എന്നോട് പറയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷേ നീ ഇത്തരക്കാരിയാണല്ലേടി, ഏതായാലും മുത്തശ്ശന് സംശയം തോന്നി എന്നെ ഏൽപ്പിച്ചത് വളരെ നന്നായി, നിന്നെ കയ്യോടെ തന്നെ പിടികൂടാൻ സാധിച്ചല്ലോ, ഇനിയൊന്ന് ചേർന്ന് നിന്നേ, നിങ്ങൾ തമ്മിലുള്ളൊരു ഫോട്ടോ ഞാൻ അങ്ങ് എടുത്തോട്ടെ,
കുറച്ചൊന്ന് എല്ലാവർക്കും പബ്ലിസിറ്റി കൊടുക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അയ്യോ നന്ദു നാറ്റിക്കരുത്, ഇനി ഇങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ തെറ്റായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു, എൻ്റെ സുഹൃത്താണ് ഇവനെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്, നന്ദു ഒന്നും ചെയ്യരുതേ എന്നൊക്കെ പറയുന്ന സമയത്ത് മിണ്ടാതിരുന്നോണം, എന്തായാലും രണ്ടാളും ചേർന്നിരിക്കാനാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവരുടെ ഫോട്ടോയും വീഡിയോയും പകർത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഇനി മുതൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ഇത് പുറം ലോകത്തെത്തും, പോരാത്തതിനും മുത്തശ്ശനെ ഞാനിത് കാണിക്കുന്നുണ്ടടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദുവിനോട് ക്ഷമക്ക് ചോദിക്കുന്നുണ്ട്, നിന്നോട് ചെയ്തതിനൊക്കെ എന്നോട് പൊറുക്കണം, ഇനി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്ന സമയത്ത് മിണ്ടാതിരുന്നോണം, ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ, തൽക്കാലം ഇപ്പോൾ നീ എൻ്റെ കൂടെ വണ്ടിയിൽ കയറാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയും കൊണ്ട് നന്ദു അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്.